സോറി ഗൈസ്, ഇൻട്രോ ഒന്നും ഇല്ല. മാനേജ്മെന്റിനും ടീമിനും ഇല്ലാത്ത കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ആരാധകർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നേട്ടവും കൊയ്യാത്ത, ഒന്നും നേടാത്ത, എവിടെയും എത്താത്ത, ശരാശരിയിൽ താഴെ മാത്രം നിൽക്കുന്ന ഒരു ടീമിന് വേണ്ടി ഈ ആരാധകർ ആർപ്പ് വിളിക്കും, മറ്റുള്ളവരുമായി തല്ല് പിടിക്കും, അനാവശ്യ പ്രതീക്ഷ അർപ്പിക്കും. ഒടുക്കം ഇതിനെല്ലാം സമ്മാനമായി ഈ ക്ലബ്ബ് ഈ ആരാധകരെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഹാസ്യപാത്രമാക്കി മാറ്റി നിർത്തും. ഈ ഒരു മത്സരം ഒരു ഡു ഓർ ഡൈ മാച്ച് ആയിരുന്നു. തോറ്റാൽ പുറത്ത് എന്ന് വ്യക്തമായി അറിയുന്ന ഒരു മത്സരം. ശരിയാണ്, ശക്തർക്കെതിരെയാണ് മത്സരിക്കുന്നത്, അതുകൊണ്ട് തോറ്റോളൂ. പക്ഷേ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചു എന്ന് തോന്നിക്കുന്ന രീതിയിൽ തോറ്റാൽ നന്നായിരുന്നു. മത്സരത്തിന്റെ 85-ാം മിനിറ്റിൽ ഹീസസ് ജിമിനസ് അടിച്ച് ഒരു ഗുണമില്ലാത്ത ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ വേറെ ഒന്നുമില്ല. മത്സരത്തിന്റെ ആദ്യ സമയം കണ്ടപ്പോൾ വിചാരിച്ച ഒരു സ്ലോ ബേൺ സ്ട്രാറ്റജിയിൽ പതുക്കെ കളിച്ച് തുടങ്ങുന്ന ഒരു ബ്ലാസ്റ്റേഴ്സ് തന്ത്രമാണ് ഇത് എന്ന്. സെക്കൻഡ് ഹാഫിന്റെ തുടക്കം തന്നെ FC ഗോവ ഒരു ഗോൾ അടിച്ചപ്പോൾ വിചാരിച്ചു ഇനി ഒരു സ്പീഡി ഗെയിം കളിച്ച് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിക്കുമെന്ന്. എന്ത് സ്പീഡ്, എന്ത് കളി! തോറ്റ് തകർന്നു നിൽക്കുന്ന സമയത്തും പ്രതീക്ഷയ്ക്ക് ഒരു കുറവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പരാജയം. ആഫ്റ്റർ ദിസ് ഗെയിം സോ മച്ച് ഫ്രസ്ട്രേറ്റഡ്. കുറച്ചധികം കാലമായിട്ട് ഈ യൂട്യൂബിൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരു യൂട്യൂബ് ക്രിയേറ്റർ എന്നതിനപ്പുറത്തേക്ക് ഞാനൊരു കടുത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണ്. ഇതിനു മുമ്പും ഇതിനേക്കാൾ ഹാർഡ് സ്റ്റേജിലൂടെ ഈ ടീം കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഒരു ഹോപ്പ് എന്ന രീതിയിൽ മാനേജ്മെന്റിൽ വിശ്വാസം ഉണ്ടായിരുന്നു, കളിക്കുന്ന പ്ലേയേഴ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ഈ സീസണിന് മുൻപ് വരെ ഒരു പരിശീലകനിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ സീസൺ പോയാൽ അടുത്ത സീസണിൽ കുറച്ചുകൂടെ ബെറ്റർ വാല്യുബിൾ ചേഞ്ച് ഈ മാനേജ്മെന്റ് നടത്തും, ടീം വീണ്ടും ഇംപ്രൂവ് ആവും എന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഈ സീസൺ ഇവിടെ അവസാനിക്കുമ്പോൾ ആ പ്രതീക്ഷയും പോയി. സ്വന്തം പോക്കറ്റ് നിറയ്ക്കുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് കച്ചവട ബുദ്ധിയിൽ മാത്രം ഇതിനെ സമീപിച്ച് ഞങ്ങളുടെ ക്ലബിനെ നശിപ്പിച്ചതിന് നന്ദി. To the management, to the players and to the coaches, thank you so much for humiliating us and thank you so much for spoiling our club.